പ്രവാസി എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. BSNLൻ്റെ വളർച്ചയും അവരുടെ പങ്കാളികളുടെ തകർച്ചയും അതുതന്നെയാണ് ഇന്നും നമ്മുടെ സബ്ജക്റ്റ്. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം പറഞ്ഞു നിർത്തിയത് പ്രശ്നത്തിലായ ഒരു കൂട്ടം ആൾക്കാരെ പറ്റിയാണ്. ഇനി മുൻ വീഡിയോകളിൽ ഞാൻ ഈ BSNLൻ്റെ എക്സ്ക്ലൂസീവായി വർക്ക് ചെയ്യുന്ന അവരെ LCOമാരെന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. സത്യത്തിൽ തെറ്റാണ്, അങ്ങനെയല്ല. അവർക്ക് ടിപ്പ് എന്നാണ് BSNL പോലും അവരെ അഭിസംബോധന ചെയ്യുന്നത്. ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാ പ്രൊവൈഡർ. അവരെ ഇനിയും തൊട്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് എൻ്റെ വീഡിയോകളിൽ ഞാൻ അവരെ പറയുക. ടിപ്പ്, ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാ പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ BSNLന് ടെലികമ്മ്യൂണിക്കേഷൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നവർ മാത്രമാണ് ഈ ടിപ്പുകൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് BSNLാണ് ഇതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം. കാര്യം ആ ഒരു ബിസിനസ് ഒരുക്കി കൊടുക്കുന്നതിന് അവർക്ക് ശമ്പളമല്ല, കിട്ടുന്ന ആ ഒരു ലാഭത്തിൻ്റെ പകുതി എന്നുള്ളതാണ് അവർക്ക് റേഷ്യോ. ഇന്ന് ഈ വീഡിയോയിൽ ഉദ്യമി കേബിളുകൾ, ഗ്രാമങ്ങളിൽ ഉദ്യമി സ്കീമുകൾക്കായി കേബിൾ വലിക്കുന്ന ആ ടിപ്പുകളെ പറ്റിയാണ് മെയിനായിട്ട് പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം മറ്റുള്ളവരുടെ കാര്യം കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞു. അവർക്കൊരു കോർട്ട് ഓർഡർ ഉണ്ട്. അതിൽ പകുതി ചാർജ്, പഴയ ആ നിരക്കിൽ ചാർജ് അടച്ച് നിലനിൽക്കുവാൻ പിടിച്ചു നിൽക്കുവാൻ അവർക്ക് സാധിക്കട്ടെ. കാര്യം ഇപ്പോൾ നിലവിൽ അത് മാത്രമാണ് നഗരപ്രദേശങ്ങളിലെ ആൾക്കാർക്കുള്ള ഏക പോംവഴി. ഗ്രാമപ്രദേശങ്ങളിലെ ഉദ്യമി എന്ന് പറയുന്നത് അതൊരു കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഒരുമിച്ച് തീരുമാനിച്ച് എടുത്ത ഒരു ഉടമ്പടി പ്രകാരമാണ് ആ സ്കീം നടപ്പാക്കിയിരിക്കുന്നത്. അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ് എന്തെങ്കിലും തീരുമാനിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പേരിൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നില്ല. രണ്ടുപേരും ഒരു ഉഭയകക്ഷി ഉടമ്പടിയിൽ കൂടെയാണ് ആ സ്കീം നടപ്പിലാക്കണം എന്ന് തീരുമാനിച്ചത്. 2012 കേരള സർക്കാരും ഭാരത സർക്കാരും തമ്മിൽ ഒപ്പിട്ട ആ മെമ്മോറാണ്ടത്തിൻ്റെ ഇതാണ് നിങ്ങളിപ്പം ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ട് ഗവൺമെൻറ്റിൻ്റെയും, അതുപോലെ BSNLൻ്റെ സെക്രട്ടറി, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ IT വിഭാഗത്തിൽ നിന്നുള്ള സെക്രട്ടറി, കേരള സർക്കാരിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ആ സെക്രട്ടറി, ഇവരെല്ലാം ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് പല ചർച്ചകൾ നടത്തി അങ്ങനെ അവസാനം ഫൈനലൈസ് ചെയ്ത് തീരുമാനമെടുത്ത ആ ഒരു കാര്യത്തിൻ്റെ മെമ്മോറാണ്ടമാണ്, അന്യോന്യം ഒപ്പിട്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ച ഒരു മെമ്മോറാണ്ടത്തിൻ്റെ കോപ്പിയാണ് ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഈ മെമ്മോറാണ്ടത്തിൻ്റെ വെളിച്ചത്തിൽ ഉറപ്പിന്മേലാണ് കേന്ദ്ര സർക്കാർ ഈ സ്കീം കേരളത്തിലും നടപ്പാക്കുന്നത്. കാര്യം ഓൾറെഡി അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർപ്പാക്കിയിരിക്കുന്ന കാര്യമാണ്. ഈ സ്ക്രീനിൽ കാണുന്നത് കേരളത്തിൻ്റെ ചാർജുള്ള PGM കേരളത്തിലെ എല്ലാ BBCകൾക്കും എന്ന് പറഞ്ഞാൽ ഓരോ വില്ലേജിൻ്റെയും ചാർജുകളുള്ള BSNLൻ്റെ ഓഫീസുമാർക്കാണ് BBM. ആ BBMകൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ അകത്ത് വ്യക്തമായിട്ടും PGM അവർക്കോട് നിഷ്കർഷിച്ചിരിക്കുകയാണ്. ഉദ്യമി കേബിളുകൾ പലയിടത്തും കട്ട് ചെയ്യുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ശക്തമായ രീതിയിൽ ആ കാര്യങ്ങൾ KSEB പോയി സംസാരിക്കുകയും ഇടപെടുകയും അതിനാവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് PGM ആ ലെറ്ററിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാര്യം അതിനകത്ത് പോയി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കണം എന്ന് എഴുതിയിട്ടില്ല, അത് സത്യമാണ്. പക്ഷെങ്കിൽ അതിനാവശ്യമായ എല്ലാ നടപടികളും, ആ ഒരു കേബിളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ എന്തെല്ലാം നടപടികളാണോ കൈക്കൊള്ളേണ്ടത് ആ നടപടികളെല്ലാം കൈക്കൊള്ളണം. അതിനുപരിയായി ഓരോ KSEB സെക്ഷൻ എഞ്ചിനീയർ ഓഫീസിലും പോയി ഈ കാര്യം വ്യക്തമായി സംസാരിക്കുകയും ഈ ഉടമ്പടികൾ അവരെ കാണിച്ച് കാര്യങ്ങൾ അവരെ ധരിപ്പിക്കുകയും ചെയ്യണമെന്ന് BSNLൻ്റെ മേൽഘടകത്തിൽ നിന്നും കീഴ്ഘടകങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ലെറ്ററാണ് നിങ്ങളിപ്പം ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, BSNLൻ്റെ താഴെ വന്ന് കംപ്ലൈൻറ്റ് ചെയ്യേണ്ട ഓരോ ഓഫീസർമാരും ഈ കാര്യങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ഉത്തരവുണ്ടായിട്ടും അവർ പ്രതികരിക്കാത്തത് കൊണ്ടാണ്. കാര്യം മേലിൽ നിന്ന് ഓൾറെഡി അവർക്ക് അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പൂർണ്ണമായും നിയമപരമായ ഒരു കേബിൾ ലേയിങ് ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം കാണിച്ച മെമ്മോറാണ്ടത്തെ പ്രകാരം കേരളത്തിൻ്റെ BSNLൻ്റെ ചാർജുള്ള ഏറ്റവും CGM വിദ്യുശക്തി സെക്രട്ടറിക്ക് കൊടുത്തിരിക്കുന്ന ഒരു ലെറ്ററിൻ്റെ കോപ്പിയാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്.
അതിൻ്റെ അകത്ത് വ്യക്തമായിട്ടും വൈദ്യുതി ബോർഡ് സെക്രട്ടറിയോട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ഉഭയസമ്മതപ്രകാരം സംബന്ധിച്ച് അംഗീകരിക്കപ്പെട്ട ആ ഉടമ്പടി പ്രകാരം വലിച്ചിരിക്കുന്ന ഉദ്യമി കേബിളുകൾ ഒരു കാരണവശാലും കട്ട് ചെയ്യരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഒരു ലെറ്റർ വൈദ്യുതി സെക്രട്ടറിക്ക് കൊടുത്തതാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത്. BSNLന്റെ ഭാഗത്തു നിന്നും നടപടികളില്ല എന്ന് ഞാൻ പറഞ്ഞത് ഈ താഴ്ഘടകത്തിൽ അവർ നടപടികൾ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. മേൽഘടകത്തിൽ അവർ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെങ്കിൽ അങ്ങനെ ഒരു ലെറ്റർ കൊടുത്തിട്ടും പിന്നെയും ഈ കട്ടിങ് നടന്നിരിക്കുകയാണ്. ഇതിനു മുമ്പും ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ആ ലെറ്റർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. കാര്യം ഇങ്ങനെ ഒരു മുൻ വർഷങ്ങളിലും ഇതേപോലെ ലെറ്റർ കൊടുത്തതിൻ്റെ കോപ്പികളാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ USFO ഫണ്ടിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ആൾ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ജോയ് സാറിന് കൊടുത്തിരിക്കുന്ന ലെറ്ററാണ് ഈ കാണുന്നത്. അതിൻ്റെ അകത്തും ഇത് തന്നെയാണ് റിമൈൻഡ് ചെയ്യുന്നത്. നമ്മൾ തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഉടമ്പടി പ്രകാരം BSNL ഉദ്യമിക്കായി വലിക്കുന്ന കേബിളുകൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആണെന്നും അത് യാതൊരു തരത്തിലും തടസ്സപ്പെടുത്തരുതെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഒരു ലെറ്ററാണ് ഭാരത സർക്കാർ കേരള സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറിക്ക് കൊടുത്തിരിക്കുന്നത്. 100% നിയമപരമായി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം KSEBക്കുണ്ട്, അല്ലെങ്കിൽ BSNLനുണ്ട്. KSEB മേലെ ഓരോ താഴ്ക്കടയിലുള്ള ആൾക്കാരെ ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് KSEBയുടെ മേൽഘടകമാണ്. KSEBക്ക് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ നിർദ്ദേശങ്ങൾ കേരള സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറി ഒപ്പിട്ട ഈ ഉടമ്പടികൾ അല്ലെങ്കിൽ ഈ ലഭിച്ചിരിക്കുന്ന ഈ ലെറ്ററുകൾ പാലിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇത്രയും ഡോക്യുമെൻ്റ് ഉള്ളതുകൊണ്ടാണ് BSNL പറഞ്ഞത് ഈ പുതുതായിട്ട് കടന്നു വരുന്ന ടിപ്പുകൾക്ക് ഒരു പോൾ റെൻ്റ് അടയ്ക്കേണ്ടി വരത്തില്ല. കാര്യം ഇത്രയും ഉടമ്പടികൾ ഓൾറെഡി ആയിക്കഴിഞ്ഞു. രേഖാപരമായി നിയമപരമായി ഇത്രയും രേഖകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പിട്ട സ്ഥിതിക്ക് ഒരു കാരണവശാലും കേരളത്തിൽ ഉദ്യമി കേബിളുകൾ വലിക്കുമ്പോൾ പോൾ റെൻ്റ് കൊടുക്കണ്ട എന്നുള്ള ഉറപ്പിന്മേലാണ് BSNL ഈ ടിപ്പുകളോടെ നിങ്ങൾക്ക് പോൾ വാടക അടയ്ക്കേണ്ട, നിങ്ങൾക്ക് വലിക്കാം എന്ന് പറഞ്ഞു. അല്പം കീറി മുറിച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വലിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, ഇത് ലോക്കൽ കേബിൾ ഓപ്പറേറ്റർമാരല്ല, ഇൻഫ്രാ പ്രൊവൈഡേഴ്സ് ഫോർ BSNL. അങ്ങനെ കേബിൾ വലിക്കുന്ന ആൾക്കാർക്ക് പോസ്റ്റൽ ലൈസൻസിൻ്റെ പോലും ആവശ്യം വരുന്നില്ല. കാര്യം അങ്ങനെ ആ ഒരു നിയമത്തിൻ്റെ കീഴിൽ വരുന്നില്ല ഇവർ. കാര്യം ഇവരൊരു BSNLന് വേണ്ടി, ഇന്ത്യൻ ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടി ഒരു ഇൻഫ്രാ പ്രൊവൈഡ് ചെയ്യുന്ന ചെറിയ സംരംഭകർ മാത്രമാണിവർ. ഓക്കെ, അവരൊക്കെയും പോസ്റ്റൽ ലൈസൻസ് എടുത്തിട്ടുള്ളവരാണ്. നിയമപരമായി ഏത് തരത്തിൽ നോക്കിയാൽ നിയമപരമായി തന്നെയാണ് അവർ ചെയ്യുന്നത്. കാര്യം രണ്ട് കാര്യങ്ങളാണ് അവർ വയലേറ്റ് ചെയ്തതായിട്ട് പറയുന്നത്. ഒന്ന്, പോൾ റെൻ്റ് അടച്ചിട്ടില്ല, KSEBയിൽ നിന്ന് അവർ പെർമിഷൻ എടുത്തിട്ടില്ല. KSEBയിൽ നിന്ന് സ്പെഷ്യലായി ഒരു പെർമിഷൻ എടുക്കേണ്ട ആവശ്യം ഈ കാര്യത്തിൽ കാണുന്നില്ല. ഇവർ കേബിൾ വലിച്ചിട്ട് വേണമെങ്കിൽ ഒരു ഇൻസ്പെക്ഷൻ അവർക്ക് റേസ് ചെയ്യാം. പക്ഷേ ഇൻസ്പെക്ഷൻ റേസ് ചെയ്യാൻ എഗ്രിമെൻ്റ് വെക്കാതെ ഇൻസ്പെക്ഷൻ റേസ് ചെയ്യാൻ KSEB സമ്മതിക്കത്തില്ല. അപ്പോൾ അങ്ങനെ കെട്ടപ്പെട്ട ഒരവസ്ഥയിലാണ് ഈ ടിപ്പുകളെല്ലാവരും. നിങ്ങൾ തന്നെ ആലോചിക്കുക, 100% നിയമപരമായ ഒരു കാര്യമാണ് അവർ കേരള ഗവൺമെൻറ്റിനോടും KSEBയോടും ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ ഞാൻ പറഞ്ഞു, കേബിൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു വേറൊരു അസോസിയേഷൻ ഉണ്ട്. അവർ സ്ട്രോങ് ആണ്. കാര്യം അതിൻ്റെ പിന്നിൽ ഒരു വ്യവസായ ഗ്രൂപ്പുകൾ തന്നെ അവരുടെ പിന്നിലുണ്ട്. പക്ഷേ ഈ ടിപ്പുകൾക്ക് പിന്നിൽ വലിയ വ്യവസായ പ്രമുഖന്മാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയക്കാരോ ആരുമില്ല. ഇവർ ഇൻഡിപെൻഡൻ്റ് ആണ്. ഇവരിപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചുണ്ടാക്കിയ ഒരു ചെറിയ സംഘടന മാത്രമേ അവർക്ക് സങ്കടം പറയാനുള്ളൂ. അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അവരുടെ ലിമിറ്റേഷൻസ് വളരെയാണ്. ഒത്തിരി ലിമിറ്റേഷൻസ് ഉള്ളിൽ നിന്നാണ് അവർ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നത്. ഇതിനെല്ലാം പുറമെ ഇങ്ങനെ കേബിൾ കട്ട് ചെയ്യും എന്നൊരു ത്രട്ടൻ വന്നപ്പം തന്നെ ഉദ്യമി അസോസിയേഷനും ബീറ്റായും ഒക്കെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. 12/14/24 ഒരു കേസ് നമ്പർ 12/14 2024 ഫയൽ ചെയ്തൊരു കേസ് നിലനിൽക്കെ അതിൻ്റെ അകത്തൊരു എൻട്രി ഓർഡർ വന്നിട്ടുണ്ട്. ഈ കേസിന് തീരുമാനമാകുന്നത് വരെയും ഒരു കേബിളുകളും കട്ട് ചെയ്തെന്ന് ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ഉത്തരവുകൾക്കും യാതൊരു വിലയും KSEB കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ ഒരു വസ്തുത. നിയമം അവർക്ക് ബാധകമല്ലേ? കേരളത്തിൻ്റെ ഹൈക്കോടതിയുടെ ഒരു ഓർഡർ പാലിക്കുവാൻ കേരളത്തിലെ KSEB ബാധ്യസ്ഥമല്ലേ? അവർക്ക് അവരുടേതായ ഒത്തിരി ന്യായങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഹൈക്കോടതിയുടെ വാക്കുകളൊന്നും കേൾക്കണ്ട, അല്ലെങ്കിൽ കേരള സർക്കാർ എടുക്കുന്ന ഒരു തീരുമാനം ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങളുടെ ബോർഡ് പറയട്ടെ, ഞങ്ങളുടെ മേളിൽ നിന്ന് പറയട്ടെ. ഇതൊക്കെയാണ് അവർ പറയുന്ന ഡയലോഗ്. കേരള സർക്കാരിൻ്റെ സംരംഭം തന്നെയാണ്, കേരള സർക്കാരിന് കീഴിലുള്ള ഒരു സംരംഭം തന്നെയാണ്, കേരള സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു സംരംഭം തന്നെയാണ് KSEB എന്ന് പറയുന്നത്.
BSNL അതുപോലെ തന്നെയാണ്, ഒരു കമ്പനിയാണത്. പക്ഷേ അതിൻ്റെ പരിപൂർണ നിയന്ത്രണം ഭാരത സർക്കാരിനാണ്. അതേപോലെ തന്നെയാണ് KSEB. രണ്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗം തന്നെയാണ്. ഇത് ഭാരതത്തിൻ്റെ ഇൻഫ്രാ ഡെവലപ്മെൻറ്റ് സ്കീമിൽപ്പെട്ടാണ് ഇത് ചെയ്യുന്നത്. USFO ഫണ്ടാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മോഡം പോലും ഫ്രീ ആയി കൊടുത്താണ് അവർ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്തത്. അത്രയ്ക്ക് പ്രാധാന്യത്തോടെ ഭാരത സർക്കാർ തിരഞ്ഞെടുത്ത് നടത്തുന്ന ഒരു ഉദ്യമത്തെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ് KSEB ഇപ്പോൾ സത്യത്തിൽ ശ്രമിക്കുന്നത്. ഒരു കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. ഭാരതത്തിൽ ആദ്യമായി ഇൻ്റർനെറ്റ് മൗലിക അവകാശമായി അംഗീകരിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. അത്രയും മുന്നോട്ട് ചിന്തിക്കുന്ന പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു പ്രസ്ഥാനമാണ് ഇത്രയും നിഷേധാത്മകമായ തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത്. കോടതി ഉത്തരവ് നിലനിൽക്കെ അതിന് യാതൊരു വിലയും കൽപ്പിക്കാതെ ആ കേബിളുകൾ കട്ട് ചെയ്ത് മാറ്റിയതും എടുത്തുകൊണ്ട് പോയതും ശരിയാണെന്ന് എൻ്റെ ശ്രോതാക്കൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ കേൾക്കുന്ന ആർക്കെങ്കിലും? ഇതിന് ഒരു പരിഹാരമില്ലേ? 100% നിയമപരമായി ചെയ്ത ആ പ്രവൃത്തികൾക്ക് ഒരു പരിഹാരമില്ലേ? ഉണ്ടാകണം. നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി ശ്രമിക്കണം. കാര്യം ഞാൻ പറഞ്ഞു, മൗലികാവകാശമായി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഇൻ്റർനെറ്റ് കട്ടാക്കപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം എന്തുകൊണ്ടാണ് ഇൻ്റർനെറ്റ് പോയത്. തീർച്ചയായും ടിപ്പുകൾ പറയണം, ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്, KSEB കട്ട് ചെയ്തത് കൊണ്ടാണ് ഇൻ്റർനെറ്റ് പോയിരിക്കുന്നത്. നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യണം. ഉപഭോക്തൃഭാരത്തിൽ നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യും. പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാം. കോടതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കക്ഷി ചേരാം. ഇത് ഒരു അല്ലെങ്കിൽ ഒരു തൊഴിൽ ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നവും അത് തന്നെയല്ല, ഈ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമായി ഇന്ന് പഠനത്തിന് വൈഫൈ ഈ ഇൻ്റർനെറ്റ് വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ വിദേശത്തുള്ള ആൾക്കാരുമായി സംസാരിക്കാൻ, മറ്റുള്ളവരുമായിട്ടൊക്കെ സംസാരിക്കാൻ, കണ്ട് സംസാരിക്കാനൊക്കെ ഇൻ്റർനെറ്റ് നമുക്ക് ആവശ്യമാണ്. ഇൻ്റർനെറ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നിരിക്കുകയാണ്. നമ്മൾ ആരും ഇന്ന് ബാങ്കിൽ പോകുന്നില്ല, എല്ലാവരും വീട്ടിലിരുന്നാണ് ബാങ്ക് ഓപ്പറേഷനൊക്കെ നടത്തുന്നത്. അതിനൊക്കെ നമുക്ക് നെറ്റ് വേണ്ടേ? അത് നമ്മുടെ മൗലിക അവകാശമല്ലേ? അത് ലംഘിക്കപ്പെടുമ്പോൾ നമ്മൾ ചോദിക്കണ്ടേ? നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. ഇതൊരു ഇങ്ങനെ വർക്ക് ചെയ്യുന്ന 10,000 പേരുടെ ഒരു കാര്യം മാത്രമല്ല, ഇതെല്ലാവർക്കും ബാധകമായ ഒരു കാര്യം തന്നെയാണ്. ഒരു നീതി നിഷേധിക്കപ്പെടുകയാണ്. ഹൈക്കോടതി വിധികൾക്ക് പോലും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു കമ്പനി, KSEB എന്ന് പറയുന്ന ഒരു കമ്പനി. എല്ലാവരും, ഞാൻ എടുത്തു പറയാൻ, എല്ലാവരും ഇല്ല കേട്ടോ. എല്ലായിടത്തും ഈ പ്രശ്നങ്ങളില്ല. ചിലയിടങ്ങളിൽ മാത്രമാണ് ഈ പ്രശ്നങ്ങളുള്ളത്. തിരഞ്ഞെടുക്കപ്പെട്ടതിൽ പ്രത്യേകിച്ച് സ്പോട്ട് ചെയ്യാവുന്ന ചില ഇടങ്ങളിൽ മാത്രം, ഡിസ്ട്രിക്ട് വൈസ് നോക്കുകയാണെങ്കിൽ 1-2 ഡിസ്ട്രിക്റ്റുകളുടെ ചില ഭാഗങ്ങളിൽ മാത്രം ആണ് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. അവരെ നിരയെ നിർത്തുവാൻ KSEBയുടെ മേലുദ്യോഗസ്ഥരും അവരുടെ ഉദ്യോഗസ്ഥർ തയ്യാറാകണം. അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ വരുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് അവർ തന്നെ ഉത്തരവാദിത്തമായിരിക്കണം എന്ന് പറയണം. അതുകൊണ്ട് BSNLൻ്റെ ഓരോ ഉദ്യോഗസ്ഥരും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ അത് കേസാക്കണം. നിങ്ങളുടെ പങ്കാളിയെ സഹായിക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഈ ഒരു കൂട്ടം ജനതയെ ഞാൻ പറഞ്ഞു, യാതൊരുവിധമായ പരിരക്ഷയും ഇല്ലാത്ത, യാതൊരുവിധമായ ക്ഷേമനിധികളും ഇല്ലാത്ത, എന്നാൽ ഹൈ റിസ്കിൽ ജോലി ചെയ്യുന്നതുമായ ഈ ഒരു തൊഴിലാളി സമൂഹത്തെ സംരക്ഷിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഇവരുടെ കൂടുതൽ പ്രശ്നങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. നമസ്കാരം.